ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ സ്ട്രീറ്റ് ടോർക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 11,000 കിലോമീറ്റർ എൻ്റെ ഈ ബൈക്ക് ഞാൻ ഓടിച്ചതിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് ആണ്. മെയിനായിട്ട് 3 സർവീസാണ് നിലവിൽ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഓരോന്നിനും എത്ര സർവീസ് കോസ്റ്റ് വന്നു, ഓരോന്നിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. വണ്ടി എടുത്ത് 1000 കിലോമീറ്ററിനുള്ളിലായിരുന്നു ആദ്യത്തെ സർവീസ്. അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് എൻജിൻ ഓയിൽ ചേഞ്ച് തന്നെയാണ്. അതുപോലെ ഒരു ബോഡി വാഷും. അതിന് എനിക്ക് ആകെ വന്നിട്ടുള്ള കോസ്റ്റ് 600 രൂപയാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് സെക്കൻഡ് സർവീസിലും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് സർവീസ് ഇൻ്റർവെൽ ഒന്ന് കൂടി. 1000 നിന്നുള്ള സെക്കൻഡ് സർവീസ് വന്നത് പിന്നെ 5000 കിലോമീറ്ററിലായിരുന്നു. 5000 കിലോമീറ്ററിലും സെയിം ജനറൽ സർവീസ് തന്നെയാണ് അവർ ചെയ്തത്. അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ എൻജിൻ ഓയിൽ മാത്രം മാറ്റി തന്നു. അതിന് വന്നത് എനിക്ക് സെയിം 600 റുപ്പീസാണ്. അങ്ങനെ ആദ്യ 2 സർവീസ് ഇൻ്റർവെലിന് ശേഷം എനിക്ക് മെയിനായിട്ട് വന്ന മൂന്നാമത്തെ സർവീസ് 11,500 കിലോമീറ്ററിലായിരുന്നു. അതിൽ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തു. അതേപോലെ സ്പാർക്ക് പ്ലഗ് അവരൊന്ന് ക്ലീൻ ചെയ്തു. അതേപോലെ ചെയിന് സ്ലാക്ക് ഒന്ന് താണിട്ടുണ്ടായിരുന്നു, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ലൂബ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ ഒരു ജനറൽ ചെക്കപ്പും ബാക്കി സെയിം വാട്ടർ സർവീസും കൂടിയാണ് അവർ ചെയ്തത്. അതിനെനിക്ക് മൊത്തത്തിലായത് 1100 രൂപയാണ്. അങ്ങനെ ഒരു വർഷത്തിൽ മൊത്തത്തിൽ ഞാൻ ഓടിച്ചത് ഒരു 11,000 കിലോമീറ്ററാണ്. ആ 11,000 കിലോമീറ്റർ ഓടാൻ എനിക്ക് വേണ്ടി വന്ന സർവീസ് ഇൻ്റർവെല്ലിനനുസരിച്ചുള്ള ചാർജ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 600 പ്ലസ് 600 പ്ലസ് 1100, ടോട്ടൽ എനിക്ക് 2300 രൂപയാണ് ഈ ബൈക്ക് എനിക്ക് 1 ഇയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഇത് ഞാനൊരു 1 ഇയർ കോസ്റ്റായിട്ട് പറയാൻ കാരണം വെച്ചാൽ നിലവിൽ ഈ വണ്ടി എടുക്കാൻ പോകുന്നവർക്കുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇയർ കോസ്റ്റായിട്ട് പറഞ്ഞത്. ഒരു 1 ഇയർ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏകദേശം എത്ര രൂപയാവും? ഒരു 2500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഈസിയായി മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ മൈലേജ് വരുന്ന മറ്റൊരു കോസ്റ്റാണ് മൈലേജ് ഏകദേശം സിറ്റിയിൽ 45-50 ഇടയിലായിട്ട് കിട്ടും. 45-50 ഇൻ ബിറ്റ്വീൻ കണ്ടീഷൻ അനുസരിച്ച് കിട്ടും. ഹൈവേയിൽ ഒരു 55 അല്ലെങ്കിൽ കുറച്ച് അതിനേക്കാൾ മുകളിലേക്ക് കിട്ടും. 55-58 റേഞ്ചിലാണ് നിലവിൽ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് മൈലേജ് ലഭിക്കുന്നത്. അത്യാവശ്യം റോ ആയിട്ട് ഓടിക്കുകയും അതേപോലെ സ്ലോ ആയിട്ട് ഓടിക്കുകയും എല്ലാ രീതിയിലും ഓടിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ഏവറേജ് മൈലേജ് ഏകദേശം എല്ലാവർക്കും ഈ റേഞ്ചിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത്രയ്ക്കാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ്. അപ്പോൾ ഇത്തരം വണ്ടിയെക്കുറിച്ചും വണ്ടിയുടെ മെയിൻ്റെനൻസിനെ കുറിച്ചും കൂടുതൽ വീഡിയോ അറിയാനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.